നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. പാകിസ്ഥാനിൽ റെഡ് അലർട്ട്. ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പാക് ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷഹബാസ് ഷെരീഫ്. അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ 36 മണിക്കൂർ നേരം റദ്ദാക്കി. വ്യോമപാതയും പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരടി പിന്നോട്ടല്ലെന്നും തിരിച്ചടി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ചിന്തിയ ഓരോ തുള്ളി രക്തത്തിനും പകരം ചോദിക്കുമെന്നും അത് എങ്ങനെയെന്ന് പാകിസ്ഥാൻ അറിയാമെന്നും ഷഹബാസ് ഷെരീഫ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ട ഭീകരടക്കം രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിച്ചാണ് പാക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നേരത്തെ പാക് ദേശീയ അസംബ്ലിയിലും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കിയിരുന്നു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യക്ക് തിരിച്ചു നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തിയെന്ന് റിപ്പോർട്ടുകൾ. പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധവിമാനങ്ങൾ എത്തിയത്. എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പകരത്തിന് പകരം കഴിഞ്ഞെന്നും ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കണമെന്നും പ്രതീക്ഷയെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളുമായി തനിക്ക് നല്ല ബന്ധമാണെന്നും ഇരു രാജ്യങ്ങളെയും നല്ലതുപോലെ അറിയാമെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും എന്ത് സഹായത്തിനും തയ്യാറാണെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷത്തിലേക്ക് നീങ്ങുന്ന അറബ് രാഷ്ട്രങ്ങൾ. സംഘർഷം രൂപപ്പെടുന്നതിൽ രാഷ്ട്രങ്ങളെല്ലാം ആശങ്ക അറിയിച്ചു. UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നീ രാഷ്ട്രങ്ങളാണ് ഇന്ത്യൻ പാകിസ്ഥാൻ സ്ഥിതി വഷളാവുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയത്. സംഘർഷത്തിൽ നീങ്ങാതെ വിഷയത്തിൽ രാഷ്ട്രീയ പരിഹാരം കാണണമെന്ന് രാഷ്ട്രങ്ങളെല്ലാം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യത്ത് ഇന്നലെ റദ്ദാക്കി 200-ലധികം വിമാന സർവീസുകൾ. 25 വിമാനത്താവളങ്ങളാണ് താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നത്. ബുധനാഴ്ച വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുടനീളമുള്ള വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. നേപ്പാൾ, പാകിസ്ഥാൻ അതിർത്തിയുള്ള സംസ്ഥാനങ്ങൾ അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദുരന്ത നിവാരണ സേന, സിവിൽ ഡിഫൻസ്, ഹോംഗാർഡുകൾ, NCC എന്നിവർ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാകണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതേസമയം രാജ്യവിരുദ്ധ വിവരങ്ങൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉടനെടുക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ കൊല്ലപ്പെട്ട എണ്ണം 31 റിപ്പോർട്ടുകൾ. 46 പേർക്ക് പരിക്കേറ്റു. വാർത്താ ഏജൻസിയാണ് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത്. വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ 90 പേരെങ്കിലും മരിച്ചെന്നും അതിലും പലരും കൊടും ഭീകരരായതിനാൽ വിവരം പാകിസ്ഥാൻ മറച്ചുവെക്കുക ആണെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. പാകിസ്ഥാന്റെ ചങ്കടിപ്പേറ്റുന്ന പോസ്റ്റ് പങ്കുവച്ചു മുൻ കരസേനാ മേധാവി ജനറൽ MM നരവാനെ. സമൂഹമാധ്യമ എക്സിൽ പിക്ചർ അഭി ബാക്കി ഹേ എന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. കളി ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് അർത്ഥമാക്കുന്ന വരികളാണ് നരവാനയുടെ പോസ്റ്റുള്ളത്. ഇന്നലെ പുലർച്ചെ 1:05 പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വയ്ക്കുന്നതായും 9 കേന്ദ്രങ്ങൾക്ക് സ്വീകരിച്ച നടപടി ആവർത്തിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. നിരവധി ഗ്രാമീണരെ സൈന്യം സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി. ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണത്തിൽ മുതിർന്നാൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ. വിദേശ രാജ്യങ്ങളോടാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ നിലപാടറിയിച്ചത്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നും വിദേശ നയതന്ത്ര പ്രതികളെ ഇന്ത്യ അറിയിച്ചു. ഇന്ത്യ തിരിച്ചടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ തന്നെ ജെയ്ഷെ സ്ഥാപകൻ മൗലാന മസൂദ് അസറിന് പാകിസ്ഥാൻ പട്ടാളം ഒരുക്കിയത് കനത്ത സുരക്ഷ. എല്ലാവിധ സന്നാഹങ്ങളും പാക് പട്ടാളം ഒരുക്കിയിട്ടും എല്ലാം ഭേദിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യാക്രമണം. പതിറ്റാണ്ടുകളായി ഇന്ത്യ തിരയുന്ന ജെയ്ഷെ സ്ഥാപകൻ മൗലാന മസൂദ് അസറിന് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത് കനത്ത നഷ്ടമാണ്. മസൂദിന്റെ കുടുംബത്തിലെ 10 പേരും അടുത്ത 4 അനുയായികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാക് ഷെല്ലാക്രമണത്തിൽ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈനികന് വീരമൃത്യു. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലാൻസ് നായക് ദിനേശ് കുമാറാണ് വീരമൃത്യു മരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ കാശ്മീരിൽ പൂഞ്ച് സെക്ടറിൽ 15 പേർ കൊല്ലപ്പെട്ടു. പൂഞ്ച് സ്വദേശികളായ കാശ്മീരികളാണ് മരിച്ചവരെല്ലാം. 41 പേർക്ക് പരിക്കേറ്റു. ഇവരെ വിവിധ ആശുപത്രി ചികിത്സയ്ക്കായി പ്രവേശിച്ചു. പൂഞ്ചിൽ അതിർത്തി പ്രദേശത്തെ മലമുകളിൽ നിലയുറപ്പിച്ച പാക് സൈനികർ നിരപരാധികളായ കാശ്മീരികൾക്ക് നേരെ വെടിതീർക്കുകയായിരുന്നു. വീടുകളടക്കം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാന്റെ ചാരസംഘടന ISIയുടെയും പാക് പോലീസിന്റെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യാക്കൂബ് മുഗൾ എന്ന ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ ISI പാക് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള നിരവധി വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഓപ്പറേഷൻ സിന്ദൂർ റിപ്പോർട്ട് ചെയ്തതിൽ തെറ്റായ വിവരങ്ങൾ നൽകിയ ചൈനീസ് മാധ്യമ സ്ഥാപനമായ ഗ്ലോബൽ ടൈംസിനെ വിമർശിച്ചു ഇന്ത്യ. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് വസ്തുക്കൾ പരിശോധിക്കാനും ഉറവിടങ്ങളെ ക്രോസ് ചെക്ക് ചെയ്യാനും
പോർട്ടലിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യ നടത്തിയ രാത്രികാല വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ എയർഫോഴ്സ് ഇന്ത്യൻ പോർവിമാനം വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ വൃത്തങ്ങൾ ഉദ്ധരിച്ച് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. സംഘർഷ സാധ്യത ഉയർവെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ നിർദ്ദേശപ്രകാരമുള്ള സിവിൽ ഡിഫൻസ് മോക്ഡ്രിലിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളും ബ്ലാക്ക് ഔട്ട്. രാജ്യ തലസ്ഥാനത്ത് രാത്രി 8 മുതൽ 8:15 വരെ വൈദ്യുതി വിച്ഛേദിച്ചു. കേരളത്തിൽ 14 ജില്ലകളിലും ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് മോക്ഡ്രിൽ നടന്നു. സംസ്ഥാനത്ത് മോക്ഡ്രിലിന്റെ ചുമതല അഗ്നിശമന സേനയ്ക്കായിരുന്നു. കേരളത്തിൽ 126 ഇടങ്ങളിലാണ് മോക്ഡ്രിൽ നടന്നത്. സുരക്ഷയെ അപകടപ്പെടുത്താൻ ആരെയും അനുവദിക്കരുതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ രാജ്യം ധൈര്യസമേതം ഒറ്റക്കെട്ടായി നേരിടുമെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ലീഗ് വിമർശന വിഭാഗത്തിൽ വിശദീകരണമായി കാന്തപുരത്തിന്റെ മകനും AP വിഭാഗം നേതാവുമായ ഡോക്ടർ ഹക്കീം അസാരി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് ഹക്കീം അസാരി നൽകിയ അഭിമുഖത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. അഭിമുഖം വിവാദമാക്കിയതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ടെന്നാണ് ഹക്കീം അസാരി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. തീവ്രവാദത്തിനെതിരായി യൂണിയൻ സർക്കാരും നമ്മുടെ പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിയായി നൽകിയ ഇന്ത്യൻ സൈന്യത്തെ അഭിവാദ്യം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യത്തിന്റെ പരമാധികാരത്തിനും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും നേരെയാണ് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിയത്. ഭീകരവാദികളെ സ്പോൺസർ ചെയ്ത പാകിസ്ഥാനെതിരെ അതിശക്തമായ നടപടിയാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചത്. രാജ്യസ്നേഹമുള്ള എല്ലാവരും ഇന്ത്യൻ സേനയ്ക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 13 കാശ്മീരം കാണാൻ പോയ മലയാളി യുവാവിനെ ഗുൽമാർഗിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. പാലക്കാട് കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് കരുവാൻതൊടി മുഹമ്മദ് ഷാനിബിന്റെ മൃതദേഹമാണ് വനമേഖലയിൽ കണ്ടെത്തിയത്. വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായതായി വിവരമുണ്ട്. കാശ്മീർ ഗുൽമാർഗ് പോലീസ് പാലക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. KSRTC ബസ്സുകൾ സ്ത്രീകൾക്ക് വേണ്ടി മുൻനിര സീറ്റുകൾ സംവരണം ചെയ്യുന്നതിൽ വിവേചനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത. പ്രത്യേക പഠനങ്ങൾക്കും സ്ത്രീകൾക്കുണ്ടാകാനുള്ള ബുദ്ധിമുട്ടിൽ വിശദമായി പരിഗണിച്ച ശേഷമാണ് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. 2025-2026 അധ്യയന വർഷത്തിൽ +1 ക്ലാസുകൾ ജൂൺ 18 തുടങ്ങും. ഏകജാലക സംവിധാനത്തിലൂടെയാണ് ഇത്തവണയും പ്രവേശനം. ട്രയൽ അലോട്ട്മെന്റ് തീയതി മെയ് 24 വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 2 രണ്ടാം അലോട്ട്മെന്റ് ജൂൺ 10 നടക്കും. മൂന്നാം അലോട്ട്മെന്റ് തീയതി ജൂൺ 16. 3 അലോട്ട്മെന്റുകളുടെ ഭൂരിഭാഗം സീറ്റുകളും പ്രവേശനം ഉറപ്പാക്കി ജൂൺ 18 +1 ക്ലാസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. P സരിനെ വിജ്ഞാന കേരള ഉപദേശകനായി നിയമിച്ചു സർക്കാർ. 80,000 രൂപ മാസശമ്പളത്തിലാണ് നിയമനം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു സരൻ. മലബാർ മേഖലയിൽ ബുധനാഴ്ച രാത്രിയോകമായി വൈദ്യുതി മുടങ്ങി. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളാണ് വൈദ്യുതി മുടക്കം ഉണ്ടായത്. 224 തൃശൂർ പൂരത്തിന് കൊടിയിറങ്ങി. ശ്രീ മൂലസ്ഥാനത്ത് പാർമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞോടെയാണ് 36 മണിക്കൂർ നീണ്ടുന്ന ചടങ്ങുകൾക്ക് പര്യവസാനമായത്. MDMAയുമായി യുവാവിനെ പിടികൂടിയ സംഭവം 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. കൊല്ലം പെരിയനാട് മുടിയന്തരവിള വീട്ടിൽ സൂരത്ത്, ഹരിപ്പാട് തുലംപറമ്പ് പവിത്രം വീട്ടിൽ അർജുൻ കൃഷ്ണൻ എന്നിവരെയാണ് ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അത്യുൽപാദന ശേഷിയുള്ള 2 തരം പുതിയ നെൽവിത്തുകൾ വികസിപ്പിച്ച് ആലപ്പുഴ മാങ്കൊമ്പിലെ ഡോക്ടർ MS സ്വാമിനാഥൻ. നെൽവിത്ത് ഗവേഷണ കേന്ദ്രം, പുണ്യ, ആദ്യ എന്നിങ്ങനെയാണ് പേരുകൾ. കുട്ടനാട്ടിലെ കർഷകർക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നതാണ് പുതിയ ഇനം നെൽവിത്തുകൾ. മലപ്പുറത്ത് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 10 കിലോമീറ്ററിലധികം കഞ്ചാവുമായി 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നടക്കുന്ന പോലീസ് നടപടിയുടെ ഭാഗമായി താമരക്കുളം മേക്കുമുറി സിനിൽ ഭവനത്തിൽ സിനിൽ രാജിനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. കേൾവി തകരാർ പരിഹരിക്കാനുള്ള മെഷീൻ നൽകാമെന്ന് വിശ്വസിച്ച് പണം വാങ്ങി വഞ്ചിച്ചെന്ന പരാതിയിൽ ക്ലിനിക് ഉടമയ്ക്ക് 1,49,000 രൂപ പിഴയിട്ട് കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഹൈദരാബാദിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കൃത്യമായ ശ്രദ്ധയോടെയാണ് ആക്രമണം നടത്തിയത്, പാകിസ്ഥാനത്തെ ലക്ഷ്യമിട്ടത് നടപ്പാക്കിയതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലെ 9 പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രകീർത്തിച്ച് പഹൽഗാമിൽ കൊല്ലപ്പെട്ട കുതിരക്കാരന്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സൈന്യത്തിനും നന്ദിയുണ്ടെന്നും ഇത് അവനുവേണ്ടിയുള്ള തിരിച്ചടിയാണെന്നും സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ കുടുംബവും പ്രതികരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.